അവസാനിച്ചു എന്ന് കരുതിയോ? ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് SSLC പഠിക്കുന്ന സമയത്ത് SSLC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. SSLCയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് SSLC എന്നൊക്കെ നിങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. അതിലെല്ലാം കാര്യമുണ്ട് അല്ലേ? അപ്പം SSLC എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ കുട്ടികൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെന്ന് മിസ്സിനറിയാം. അപ്പോൾ SSLCയുടെ എക്സാമൊക്കെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് എഴുതി അല്ലേ? അപ്പോൾ SSLCയുടെ ഫുൾ എക്സാംസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. എസ് മിസ് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ SSLCയിൽ നിങ്ങൾ എത്ര A+ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് ആരുടെയും കാര്യം അല്ലേ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ എക്സാം SSLC നമ്മുടെ എക്സാം വിന്നറിനോട് കൂടെ പഠിച്ച് എത്രത്തോളം അല്ലെങ്കിൽ എത്ര A+ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ട്രൂ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്നതായി ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും SSLCയുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ SSLC റിസൾട്ട് വരും. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്, നമ്മുടെ +1ലേക്കുള്ള അഡ്മിഷൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചൂസ് ചെയ്യണം ഞാൻ ഏത് സ്ട്രീമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് എടുക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക, ഇല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഓരോ സ്ട്രീമിലേക്ക് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മൈൻഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഈ ഒരു സ്ട്രീമിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഈ ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അയ്യോ ഞാൻ അന്ന് ഇത് എടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസുമായിട്ടും നിങ്ങളുടെ ഹേർട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഒന്ന് ആലോചിച്ചിട്ട് തന്നെ തീരുമാനം എടുക്കുക ഞാൻ ഏത് സ്ട്രീമിലേക്ക് പോകണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. നിങ്ങളുടെ ഡ്രീംസിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാഷനിലേക്കും നല്ലൊരു കരിയറിലേക്കും എൻ്റെ കുട്ടികൾക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ തന്നെ +1 നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് സയൻസ് ആയാലും അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിലും നമുക്ക് ചാനൽസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കൊമേഴ്സിൻ്റെ ചാനലുണ്ട്. അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ നിങ്ങൾ സയൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ ഒരു ചാനലിലായിരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ലൈവുകളും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിൽ അപ്ലോഡഡ് ആയിരിക്കും. അപ്പം ഇനി നമ്മൾ വെക്കേഷൻ ആണെന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ ഏത് സ്ട്രീമിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരിക്കലും മിസ്സ് പറയില്ല ഇപ്പോൾ തന്നെ ഇരുന്ന് നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുക, അങ്ങനെയല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് +1ലേക്ക് പോകുമ്പോൾ നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ, +1 എന്ന് പറയുന്നത് 10ാം ക്ലാസ് പോലെയൊന്നുമല്ല, അതിൻ്റെ ഇരട്ടി പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പേടിച്ചിരിക്കുകയായിരിക്കും. ഒരിക്കലും അല്ല മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ +1ഉം +2ലും ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും അത് പറ്റും. അതിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് എന്നതിൽ മാത്രമാണ് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ് കോഴ്സ് മിസ്സ് പറയുന്നു 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. ഇപ്പോൾ ഏതൊരു സ്ട്രീം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. അപ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ ഒരു ടെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആദ്യമേ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ബേസിക് ആയിട്ട് പഠിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുറച്ച് കഴിയുന്ന സമയത്ത് അത് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അയ്യോ എനിക്ക് +1 10ാം ക്ലാസ്സിൽ ഇപ്പോൾ കിട്ടുന്ന പോലെ മാർക്കൊന്നും +1ലും +2ലും കിട്ടില്ല എന്നുള്ളൊരു ചിന്ത വേണ്ട. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എക്സാം വിന്നർ ഉള്ളപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മൾ ഒരുമിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും റെഡിയാണ്. അതിലൊരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അത് ഞാൻ സ്വീകരിക്കണോ അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യണോ എന്നുള്ള ഒരേ ഒരു ഡിസിഷനിലാണ് അത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും SSLC കഴിഞ്ഞ് നമ്മുടെ +1ലേക്ക് പോകുന്ന എല്ലാ മക്കളെയും മിസ് +1 ചാനലിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ +1ലേക്ക് പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. അപ്പോൾ ഒഫീഷ്യലി നമ്മളുടെ +1ലേക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇനി തൊട്ട് അപ്ലോഡഡ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊരു വെൽക്കം വീഡിയോ ആയിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കുക. അപ്പോൾ ഇനി തൊട്ട് +1ലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കും, മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്റ്റഡി ടിപ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ പഠിക്കാനുള്ള സിലബസുകളും കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡഡ് ആവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൃത്യസമയത്ത് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നോട്ടിഫൈ മീ കൊടുത്തു വെച്ചാൽ എന്താ കാര്യം, ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും, കൃത്യസമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. ഇനി +1 പഠിക്കാൻ ഭയങ്കര പേടിയാണ്, യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ അല്ലെങ്കിൽ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങണം, +1 +2 എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുൾ മാർക്ക് തന്നെ ഞാൻ ഡ്രീം ചെയ്യുന്നുണ്ട് എന്നുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് ഓൾവേസ് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാച്ചാണെന്ന് ഓൾറെഡി പ്രൂവൻ ആണ്. കാരണം നമ്മുടെ അഗ്നി ബാച്ചിലുള്ള റിസൾട്ടുകൾ അഗ്നി ബാച്ച് സയൻസിനുള്ളതാണ്, അതുപോലെ തന്നെ കൊമേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ചുണ്ട്. അപ്പോൾ 2 ബാച്ചിലേക്കും +1 ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെയുള്ള ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാം, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസ്, ലൈവ് സെഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് സെറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്താൽ മതി. അപ്പം ഒഫീഷ്യലി നമ്മുടെ ബാച്ചിലേക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും എൻ്റെ കേരളത്തിലെ എല്ലാ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് പോകുന്ന എല്ലാ മക്കളെയും വെൽക്കം ചെയ്യുന്നു. സോ നമുക്ക് ഇതൊരു തുടക്കമായിട്ട് കാണാം. അപ്പോൾ ഒന്നും അവസാനിക്കുന്നില്ല, നമ്മൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എക്സാമിനർ ഫാമിലി മക്കളെ, നമുക്ക് തകർക്കാം.